അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കേക്കിനെ 3 ലെയേഴ്സായിട്ടാണ് കട്ട് ചെയ്യണത്. ഈ കട്ടിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളൂ. നല്ല സോഫ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഐസിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഷുഗർ സിറപ്പിൽ നല്ലോണം വെറ്റ് ചെയ്യണം, എന്നാലേ കേക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഇട്ട് നല്ലോണം വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക്. എന്നിട്ട് ലെയർ ബൈ ലെയറായിട്ട് ഓരോന്ന് ഫില്ല് ചെയ്യാനിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ ആയതുകൊണ്ട് എനിക്ക് നല്ല എന്താ പറയുക, ഒട്ടും അറിയാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് അതിൻ്റെ ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചട്ടകം കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രീമൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് തേച്ച് കൊടുക്കാൻ കേട്ടോ. എനിക്ക് അതിൻ്റെ ലെവലിലൊന്നും കിട്ടണില്ലായിരുന്നു. അങ്ങനെ ഓരോന്നും ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ട്രൈ അല്ല, അപ്പം ഇങ്ങനെയൊക്കെ തന്നെ അല്ല ആവുള്ളൂ. അങ്ങനെ ഞാൻ ഓരോന്നും ഓരോ ലെയറായിട്ട് ചെയ്യാനിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ലെയറും വെച്ചു. സെക്കൻഡ് ലെയറും നല്ലോണം വെറ്റ് ചെയ്തിട്ടാ. ഫസ്റ്റത്തെ തന്നെ ആയതുകൊണ്ട് ഞാൻ ഓവറാക്കാനൊന്നും നിന്നിട്ടില്ല. ഒരു മിനിമലായിട്ട് ആണിട്ടുണ്ടായിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് യൂസാക്കാം, മിൽക്ക് മെയ്ഡൊക്കെ യൂസാക്കിയിട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഐസിങ് ചെയ്യണത് കേട്ടോ. കാരണം ഒട്ടും അറിയില്ല. നൈഫൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതൊന്ന് ലെവലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എത്ര ക്രീം തേച്ചിട്ടും അയക്കാൻ കണ്ട് റെഡി ആവണില്ലായിരുന്നു കേട്ടോ. എനിക്കൊരു പെർഫെക്റ്റ് ഷേപ്പൊന്നും കിട്ടണില്ല. ബേക്കേഴ്സൊക്കെ ചെയ്യുമ്പോൾ എന്ത് കറക്റ്റായിട്ടാണ് ഒരൊറ്റ തിരി അങ്ങോട്ട് തിരിക്കുമ്പോൾ തന്നെ അതൊക്കെ റെഡി ആയിട്ട് വരണുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എത്ര ക്രീം അതിൽ തേച്ചിട്ട് എനിക്ക് റെഡി ആവണില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാനത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിത് ചെയ്യണം ഡിസൈനിങ്ങൊക്കെ എൻ്റെ പരീക്ഷണങ്ങളായതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടണേ. അപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡാക്കിയ 2 പാർട്ടും കൂടെ ഒന്ന് പോയി കാണണേ. എന്നിട്ട് അതിലൊന്ന് ഷെയറും ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ കേക്കിൻ്റെ അവസാനത്തെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു കേക്ക് ഉണ്ടാക്കുന്നത്. ഏതായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം കേട്ടോ. താങ്ക് യു.